ഇന്ന് നമ്മളൊരു തെമു ഹാളാണ് ചെയ്യാൻ പോകുന്നത്. തെമുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് ഐറ്റംസും അല്ലാത്ത കുറച്ച് ഐറ്റംസും എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. എല്ലാ ഐറ്റംസിൻ്റെ ഐറ്റം കോഡ് മുകളിൽ ഓരോ ഐറ്റം കാണിക്കുന്ന സമയത്ത് കാണിക്കാമേ. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു കട്ടിംഗ് മാറ്റാണ്. A3 സൈസാണ്. നമുക്ക് പേപ്പർ കട്ട് ചെയ്യാനും ക്ലീനെ കൊണ്ടുള്ള ഇതിനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആവശ്യമുള്ളൊരു സാധനമാണ് കട്ടിംഗ് മാറ്റ്. നെക്സ്റ്റ് നമ്മൾ 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്ലേഡാണ് എടുക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ പേപ്പർ മുറിച്ചെടുക്കാൻ പറ്റും. ലെറ്റേഴ്സൊക്കെ എഴുതിയതും വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേക പൊസിഷനിൽ പിടിച്ചാലാണ് ഈ പേപ്പർ കട്ട് ചെയ്യുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കട്ടിംഗ് മാറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഈ പർച്ചേസ് സക്സസ് ആണോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര സക്സസ് അല്ല എന്നായിരിക്കും എൻ്റെ മറുപടി കേട്ടോ. ഇതേ കാര്യം തന്നെ നമുക്ക് പ്രിസിഷൻ നൈഫ് കൊണ്ടും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തത് ഒരു ഷർട്ടാണ്. ഇത് ഞങ്ങൾ എടുത്തത് പുറത്ത് പോകുമ്പോൾ ഇടാലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഇതൊരു ജിം വെയർ ആയിട്ടേ പറ്റത്തുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു ഇന്നർവെയർ ആണ്, ഹൈ ഇമ്പാക്റ്റ് വുമൻ സ്പോർട്സ് ബ്രാ. ഇതിൻ്റെ സിപ്പർ വരുന്നത് ഫ്രണ്ടിലാണ്. ഇത് ഞാൻ അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യൂല. ഇതൊരു 1 to 2 യൂസ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സിപ്പർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയി വരും. അതായത് സിപ്പ് താഴേക്ക് പോകുന്നല്ല, അത് രണ്ട് സൈഡിലോട്ടേക്ക് അങ്ങ് ഓപ്പൺ ആയിട്ട് വരും. ഇത് ഡെൻ്റൽ ഫ്ലോസ് ആണ്. 50 എണ്ണമാണ് ഉള്ളത് ഈ പാക്കറ്റിൽ. കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ ഇത്. 24 കമ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു പ്ലാസ്റ്റിക് ഓർഗനൈസറാണിത്. കമ്മലൊക്കെ ഇട്ട് വയ്ക്കാനാണ് വാങ്ങിയത്. വാങ്ങിക്കുമ്പോൾ ഓർത്തത് ഇത് റിമൂവബിൾ ഡിവൈഡേഴ്സ് ആയിരിക്കും എന്നാ, പക്ഷെ അങ്ങനെയല്ല. അതേ ഉള്ളൂ ഇതിനുള്ളൊരു ഡീമെറിറ്റായിട്ട് എനിക്ക് തോന്നിയത്. അടുത്തതും പ്ലാസ്റ്റിക് സ്റ്റോറേജ് ബോക്സാണ്. 14 ചെറിയ സ്റ്റോറേജ് ബോക്സസ് ആണ് ഇതിലുള്ളത്. 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, 14 ബോക്സസിൻ്റെതും 30 ബോക്സസിൻ്റെതും. ഞാൻ 14 ബോക്സസിൻ്റെതാണ് എടുത്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുത്തത് ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ഷേക്കാണേ. ഇത് കാണാൻ നല്ല ക്യൂട്ടല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനെടുത്തിട്ട് ഷോ കേസിൽ വെച്ചു. നെക്സ്റ്റ് ഐറ്റം റീയൂസബിൾ പേപ്പർ ടവലാണേ. 100 എണ്ണമാണ് ഉള്ളത്. കുറച്ച് വെള്ളമൊക്കെ ആണെങ്കിൽ എഫക്റ്റീവാണ്, കുറേ വെള്ളത്തിന് നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞാനൊരു കിച്ചൺ ബിസിനസ് ഉണ്ടെന്ന്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ടോയ്സിൻ്റെ കണ്ണാണ് ഇത്. 6mm കണ്ണാണ് കേട്ടോ ഇത് ഞാൻ മേടിച്ചേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് ജിംഗിൾ ബെൽ ബീഡ്സ് ആണ്. ഇതും ഞാൻ റാറ്റിൽസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ കൈ കിട്ടിയപ്പോഴാണ് ഇത് അതിന് പറ്റത്തില്ല എന്ന് മനസ്സിലായത്. പക്ഷെ ഞാനിത് റിട്ടേൺ അടിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും ക്രാഫ്റ്റ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തത് ഓൾമോസ്റ്റ് 2 ഇഞ്ച് വരുന്ന നാച്ചുറൽ വുഡൻ റിംഗ് ആണ്. ഇതും ക്രാഫ്റ്റിലേക്ക് ആവശ്യം ഉണ്ടാവുമെന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. ഞാൻ വാങ്ങിച്ച സെറ്റിൻ്റെ അകത്ത് 12 എണ്ണം ഉള്ളതാണ്. 24 എണ്ണം ഉള്ളതും വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. ഇതൊരു ഡ്യുവൽ സൈഡ് ടേപ്പാണ്. എന്തെങ്കിലും പേപ്പർ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ എടുക്കാമല്ലോ എന്നോർത്ത് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഒരു വുഡൻ ക്രാഫ്റ്റ് സ്റ്റിക്കാണ്. പാക്കറ്റിലുള്ളത് 100 എണ്ണമാണ്. 3mm തിക്നെസ്സാണ് ഇതിനുള്ളത്. ഒരു 10 സെൻറ്റിമീറ്ററോളം ലെങ്ത്തും ഉണ്ട്. ക്രാഫ്റ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈസിലി ആയിട്ട് ഇത് ഭയങ്കര തിക്നെസ് കുറവായതുകൊണ്ട് വേഗം കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ടൈപ്പാണ്. അടുത്തത് B7000 എന്ന് പറഞ്ഞ ഒരു മൾട്ടിപർപ്പസ് ഗ്ലൂ ആണ്. ഇതിൻ്റെ കൂടെ ഒരു 2 ട്വീസേഴ്സും കൂടെ ഉണ്ട്. ഇത് സൂപ്പറാണ് കേട്ടോ. ഈ ഗമ്മ് സൂപ്പറാണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പറയണേ. ഇതൊരു ഹെവി ഡ്യൂട്ടി ഹുക്കാണ്. പക്ഷെ പുറകിലുള്ള അഡ്ഹസീവ് വേറെ ആയിട്ടാണ് വന്നത്. കുറച്ച് സമയമെടുത്തു അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. ഇതൊരു ഫ്ലോപ്പ് പർച്ചേസ് ആയിരുന്നു. ഞാനിതാർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അടുത്തതാണ് ഇതിൽ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളത്, ഒരു ബണ്ണി LED നൈറ്റ് ലൈറ്റ്. ബട്ട് പ്രേമലൂല് കണ്ടതുപോലെ അത്ര സോഫ്റ്റ് അല്ല കേട്ടോ അത്. പിന്നെ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്നതും അല്ല. ഭയങ്കര ക്യൂട്ടല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ടിഷ്യൂ വെക്കാൻ വേണ്ടിയുള്ള റാക്കാണ്. ഇതിപ്പോൾ അലുമിനിയം ഫോയിലും വെക്കാം, ക്ലിംഗ് റാപ്പറും വെക്കാം, നിങ്ങൾക്ക് എന്താ വേണ്ടത് വെക്കാം. ഇതിങ്ങനെയാണ് ഞാൻ ഷെൽഫിൽ കൊളുത്തി വെച്ചത്.